ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിതേ ഞാൻ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വലിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി നന്നായിട്ട് കളയുന്നുണ്ട്. ക്യാരറ്റ് അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല, കാരണം നമ്മളത് കുക്കറിൽ 4 വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കും. എന്നിട്ടാണ് ഞാൻ ദോശമാവിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോണത്. ഇല്ലെങ്കിൽ അതിൽ ഒന്ന് പച്ചച്ചോക മാറില്ല അതിൻ്റെ. അപ്പം പിന്നെ പിള്ളേർ ഒട്ടും കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല ഫ്രഷ് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മുരിങ്ങയില ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കുക, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി അത് നന്നായി കഴുകിയിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട്. ക്യാരറ്റ് ഞാൻ കുക്കറിൽ 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുവേ. ക്യാരറ്റ് മാറ്റി വെച്ച സമയത്ത് നമുക്ക് ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇടാം, കാരണം അതിൻ്റെ പച്ചമണം മാറണ്ടേ. വേവിച്ച ക്യാരറ്റ് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. പേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവന്ന് ആവശ്യത്തിന് ദോശമാവ് കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മുരിങ്ങയില ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദോശമാവ് കുറച്ചായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ആവശ്യത്തിന് കട്ടി കൂടുതൽ വേണോ, കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണമായിരിക്കും ബെറ്റർ. ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്കാണ് ഞാൻ ഇഡ്ഡലിത്തട്ട് ഇറക്കി വെക്കണത്. നമ്മൾ മിക്സ് ചെയ്ത മാവില്ലേ, ഓരോ തട്ടിലേക്കായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്ത മാവും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള തട്ടിലേക്ക് നമ്മുടെ സാദാ ദോശമാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം ഗാർലിക് ചട്നിയാണ്. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഗാർലിക്കും ഉള്ളി എടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അത് ചമ്മന്തി ഇറക്കണേൻ്റെ കൂട്ടത്തിൽ ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കിയത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.